കാലഘട്ടം എന്നാൽ വിവരമില്ലാത്ത കാലഘട്ടം എന്നാണ് അർത്ഥം വരുന്നത്. നരകമെങ്കിൽ സ്വലാത്തു നാരിയ എന്നാകുമ്പോൾ നരകത്തിന്റെ സ്വലാത്ത് എന്നായി അതിന്റെ അർത്ഥം മാറും. പക്ഷെ ഈ സ്വലാത്ത് പരിഭാഷപ്പെടുത്തിയവരെല്ലാം അതിന്റെ വിപരീതാർത്ഥമാണ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഖുർആൻ ഇത്തരം പണ്ഡിത പുരോഹിതന്മാരെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ധനം അന്യായമായി തിന്നുകൊണ്ട് നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുമെന്ന് പറഞ്ഞത്. സൂറത്ത് തൗബ 34-ാം ആയത്ത്. സഹോദരങ്ങളെ, നമ്മൾ അറിവില്ലാത്തവരായതിനാലാണ് ഈ പണ്ഡിത പുരോഹിതന്മാരെ അനുസരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നറിയുക. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും അറിയാത്തവരായി അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ബുദ്ധിയും നൽകി. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 78-ാം വചനം. ഈ 3 കഴിവുകളും ഉപയോഗപ്പെടുത്തിയോ എന്ന് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 36-ാം വചനം. ഈ 3 കഴിവുകളും ഉപയോഗപ്പെടുത്താത്തവരാണ് അവസാനം നരകത്തിൽ എത്തിച്ചേരുക എന്ന് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 19-ാം ആയത്തിലും പ്രസ്താവിക്കുന്നു. സഹോദരങ്ങളെ, ഖുർആനും പ്രവാചക വചനങ്ങളുമാണ് നമ്മുടെ പ്രമാണങ്ങളെന്ന് നാം തിരിച്ചറിയുക. അവ രണ്ടുമനുസരിച്ച് നാം പ്രവർത്തിക്കുക. അവ രണ്ടിലും ഇല്ലാത്തവ നാം ഉപേക്ഷിക്കുക. എങ്കിൽ വിജയം സുനിശ്ചിതം.